ഹായ് മക്കളെ, അപ്പൊ എല്ലാവരും നീറ്റ് എക്സാമിന്റെ ഒരു പ്രിപ്പറേഷൻ ടൈമിലല്ലേ. നമുക്കറിയാം നീറ്റിലോട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് റിവിഷൻ ചെയ്യാനുള്ള, അതുപോലെ മോക്ക് എക്സാം എഴുതാനുള്ള ഒക്കെ ഉള്ള ടൈമാണ്. അങ്ങനെ മോക്ക് എക്സാം എഴുതുമ്പോഴായാലും റിവിഷൻ ചെയ്യുമ്പോഴായാലും നമ്മൾ ഒരിക്കലും വിട്ടുകൂടാത്ത ഒരു ഫിസിക്സ് ടോപ്പിക്കിലോട്ടാണ് നമ്മൾ ഇപ്പൊ പോകുന്നത്. അതായത് നമ്മുടെ ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ്. ഓക്കെ അല്ലേ? നമുക്കറിയാം സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലോജിക് ഗേറ്റ്സ്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താ, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്നൊക്കെ ഉള്ളതിന്റെ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ റീസെന്റ് ഇയേഴ്സ് നീറ്റിന്റെ PYQs എടുത്ത് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 18 MCQസോളം നമ്മുടെ ഈ ഒരൊറ്റ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ചാപ്റ്റർ അല്ല, ഈ ഒരു ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് അറൌണ്ട് 80 MCQസോളം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ടോപ്പിക്കിന്റെ വെയിറ്റേജ് എത്രയാണ്. നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് വരുമോ നമുക്ക് ഷുവർ ആയിട്ട് പറയാനും പറ്റും. അപ്പൊ ആരും ഈ ടോപ്പിക് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യല്, ഉറപ്പായിട്ട് ഈ ടോപ്പിക് നോക്കിയിട്ട് മാത്രമേ നമ്മൾ നീറ്റ് എക്സാം ആണിലോട്ട് പോകാം. അങ്ങനെ നോക്കി ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ നമുക്ക് എന്തുണ്ട്, ഇൻപുട്ട് കൊടുക്കാം, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ട് എന്ന് പറയുന്ന രണ്ട് പേരാണ്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 × 10 ഓക്കെ അല്ലേ? അങ്ങനെ ഒരു ഡിവൈസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കേസസിൽ നമുക്ക് 3 കാര്യങ്ങൾ, അവരെ വെച്ചിട്ടുള്ള 3 കാര്യങ്ങൾ പറയാം. അതായത് നമ്മുടെ ബൈനറി ഡിജിറ്റ്സ് ആയിട്ടുള്ള 0യും 1യും യൂസ് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ: അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇൻവേഴ്സ്. ഞാൻ 2 ഡിജിറ്റ്സിനെ, അതായത് 0യും 1ഉം ഉണ്ടല്ലോ, അവരെ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം പറയാം. ഇപ്പൊ 0 നമ്മൾ ഇവിടെ എല്ലായിടത്തും 0 എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ എന്തായിട്ട് ഉദ്ദേശിക്കണോടാ? 0 എന്ന് പറയുമ്പോൾ ലോ ഇൻപുട്ട് ആയിട്ട്, 1 എന്ന് പറയുമ്പോൾ അതിനെ ഹൈ ആയിട്ട് ഉദ്ദേശിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ 0 കൊടുക്കുകയാണെങ്കിൽ നോക്കി, 0 2 ലോ എടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ തന്നെ ആയിരിക്കും. അപ്പൊ 0 എടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി 0 1 കൊടുത്താൽ ഒരു ലോയും ഒരു ഹൈയോ കൊടുത്താൽ അപ്പൊ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പൊ 0യും 1ഉം കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 0യും കൊടുത്താലോ 1 ഹൈ ആണ്, 0 ലോ ആണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും, അത് 1 ആയിരിക്കും. ഇനി നോക്കി, 1ഉം 1ഉം കൊടുത്താൽ 2 ഹൈ ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ തന്നെ ആയിരിക്കും. അപ്പോഴും 1 തന്നെ കിട്ടും. എയും 0യും കൊടുത്താലോ, 0 എന്തായാലും ലോയാ, എ എപ്പോ എന്താന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ടോ, ഒന്നെങ്കിൽ ഹൈയോ അല്ലെങ്കിൽ ലോയോ ആയിരിക്കാം. അപ്പൊ എയും 0യും കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എ ആയിരിക്കും. എയും 1ഉം കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറയുകയാണെങ്കിലോ, 0യും മൾട്ടിപ്ലൈ ചെയ്യാം, അതായത് 2 ലോ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പൊ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. ഒരു ലോയും ഒരു ഹൈയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഹൈയും ഒരു ലോ ഇൻപുട്ടും കൂടെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പോഴും ലോ തന്നെ ആയിരിക്കും. അപ്പൊ മൾട്ടിപ്ലിക്കേഷന്റെ സമയത്ത് എനിക്കൊരു ഹൈ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഞാൻ എടുക്കുന്ന 2 ഇൻപുട്ട് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. അതായത് 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുന്നത്? 1 കിട്ടുന്നത്. ബാക്കി ഏത് കേസിലും എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും കിട്ടുന്നത്. ആ ഒരു ഐഡിയയും കൂടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഇൻവേഴ്സ് പറയുകയാണെങ്കിൽ 1ന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 0. 1 അല്ലെങ്കിൽ പിന്നെ ഉള്ളത് എന്തോ 0. അപ്പൊ 1ന്റെ ഇൻവേഴ്സ് എടുത്താൽ 0, 0യുടെ ഇൻവേഴ്സ് എടുത്താൽ 1. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എ ബാർ ഇൻവേഴ്സ് എടുക്കാന്ന് പറഞ്ഞാൽ ബാർ ഇടുകയാണ്. പിന്നെ അതിന്റെ ഒരു ഇൻവേഴ്സ് കൂടെ എടുത്താൽ അത് എന്താവൂടാ? എക്ക് തന്നെ ഈക്വൽ ആവും. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്ന ഡിവൈസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ. അപ്പൊ ഇൻപുട്ട് ലോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻപുട്ട് ലോയോ ഹൈയോ ആണെങ്കിൽ, അഡിഷൻ ആണെങ്കിൽ ഉള്ള കേസസ്, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഇൻവേഴ്സ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തിലോട്ട് വരാം? നമ്മുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ഗേറ്റ്സിലോട്ട് വരാം. ഇവിടെ നിന്നായിരിക്കും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഗേറ്റ്സ് ആണ് നമ്മൾ മെയിൻലി പറയുന്ന 2 ടൈപ്പ് ഗേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാ? ഫണ്ടമെന്റൽ ഗേറ്റ്സും ഉണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സും ഉണ്ട്. അതിൽ ഫണ്ടമെന്റൽ ഗേറ്റ്സിൽ വരുന്ന 3 പേരാണ് ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, നോട്ട് ഗേറ്റ്. ഓക്കെ അല്ലേ? ഫണ്ടമെന്റൽ ഗേറ്റ്സിൽ വരുന്ന 3 പേര് ഏതൊക്കെയാണ്? ഓർ, ആൻഡ്, നോട്ട്. അതുപോലെ യൂണിവേഴ്സൽ ഗേറ്റ്സിൽ വരുന്ന 2 പേരാണ് നോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്. എന്താ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് അറിയാമോ? ഈ നോറും നാൻഡും ഉപയോഗിച്ച് എനിക്ക് ഏത് ഗേറ്റും ഉണ്ടാക്കാം. അതായത് ഓറും ആൻഡ് നോട്ടും ഒക്കെ എനിക്ക് ആരെ ഉപയോഗിച്ചുണ്ടാക്കാം? നോറും നാൻഡും ഉപയോഗിച്ചുണ്ടാക്കാം. അതുകൊണ്ടാണ് ഇവരെ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ? അപ്പൊ ഫണ്ടമെന്റൽ ഗേറ്റ്സ് ഉണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് ആദ്യം നോട്ട് ഗേറ്റിലോട്ട് പോവാം. ഓക്കെ അല്ലെ? ഫണ്ടമെന്റൽ ഗേറ്റിൽ ആദ്യത്തെ നമുക്ക് ആരിലോട്ട് പോവാം? നോട്ട് ഗേറ്റിലോട്ട് പോവാം. അവരുടെ സിമ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് അവരുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റിന്റെ ഡയഗ്രാം ആണ്. ഇതൊരു ട്രയാങ്കിൾ, അതിന്റെ ഇപ്പുറത്ത് ഒരു കുഞ്ഞു ഡോട്ട്. അതാണ് നമ്മുടെ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നോട്ട് ഗേറ്റ് ഏത് ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്? ഇൻവേഴ്സ് ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്ത് കൊടുക്കോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. ഞാൻ 0 ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് 1 ഔട്ട്പുട്ട് കിട്ടും. ഞാൻ 1 ഇൻപുട്ട് കൊടുത്താൽ എനിക്ക് 0 ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ അല്ലെ? എ കൊടുത്താൽ എ ബാർ കിട്ടും. അതായിരിക്കും അതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ടിന്റെ ആ ഒരു ഡയഗ്രാം, സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെ വരുമെന്നും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ഇവിടെ നോക്കിയാൽ ഇവിടെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുമ്പോൾ ഇവിടുന്ന് കറണ്ട് വരുമല്ലേ? കറണ്ട് ഇങ്ങനെ വരുമ്പോ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ബാറ്ററി ഉണ്ട് അല്ലെ? ബാറ്ററി ക്ലോസ് ആവുന്നതും
അതായത് ക്ലോസ് ചെയ്യുന്ന ഓപ്പൺ ചെയ്യുന്ന അനുസരിച്ചാണ് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത് പറയുന്നത്. ഞാൻ ഈ ബാറ്ററി ക്ലോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇൻപുട്ട് 1 കൊടുത്തെന്ന അർത്ഥം. ഞാൻ ഈ ബാറ്ററി ക്ലോസ് ചെയ്ത് വെക്കുക, അപ്പൊ ഇൻപുട്ട് എന്താണ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് പാസ് ചെയ്തത് ഈ വഴി ഇറങ്ങി ഈ പോകത്തില്ലേ, ബൾബിൽ എന്തായാലും റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പൊ ആ വഴി പോകാൻ കറണ്ട് ശ്രമിക്കത്തില്ല, ഈ വഴി ഇറങ്ങി വരും. അപ്പൊ ഞാൻ ഇൻപുട്ട് 1 കൊടുത്താൽ എനിക്ക് ബൾബ് കത്തുവോ ഇല്ല, ബൾബ് ഗ്ലോ ചെയ്യത്തില്ല, ബൾബിലൂടെ കറണ്ട് പോകുന്നില്ല. അപ്പൊ ഇൻപുട്ട് 1 കൊടുത്താൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഞാൻ ഇത് എന്ത് ചെയ്യടാ, ഇത് ഓപ്പൺ ആക്കി വെക്കുക, ബാറ്ററി എന്ത് ചെയ്ത് വെക്കുക? ഓപ്പൺ ആക്കി വെക്കുക, സെല്ല് ഓപ്പൺ ആക്കി വെക്കുക. അങ്ങനെ വരുമ്പോൾ ഈ കറണ്ട് ഇതിലേക്ക് കൂടെ ഇറങ്ങി വരുമോ? ഇല്ല, കറണ്ട് ഇതിലേക്കൂടെ പോകും, ഇതിലേക്കൂടെ പോകുള്ളൂ. അപ്പൊ ഈ ബൾബ് എന്ത് ചെയ്യടാ? ഗ്ലോ ചെയ്യും. അപ്പൊ ഞാൻ 0, ബാറ്ററി ക്ലോസ് ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ ഇൻപുട്ട് എന്താണ്? 0 ആണ്. അങ്ങനെ 0 കൊടുത്തപ്പോ എന്ത് ചെയ്തു? ബൾബ് ഗ്ലോ ചെയ്തു. അപ്പൊ എന്ത് കിട്ടിയടാ? ഔട്ട്പുട്ട് 1 കിട്ടി. ഇതാണ് നമ്മുടെ നോട്ട് ഗേറ്റിന്റെ അനലോഗ് എന്ന് പറയുന്നത്, സർക്യൂട്ട് അനലോഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഏതിലോട്ട് വരാടാ? നമ്മുടെ രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഗേറ്റ് ആയിട്ടുള്ള ഓർ ഗേറ്റിലോട്ട് വരാം. ഓർ ഗേറ്റിലോട്ട് വരുമ്പോൾ അവിടുത്തെ സിമ്പിൾ നോട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്ന അഡിഷൻ ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എന്തിന്റെയാണ്? അഡിഷൻ ടൈപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. y = എയും ബി ഇൻപുട്ട് എങ്കിൽ a+b ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ നോക്ക്, 0 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാ ഞാൻ പറഞ്ഞത്? 0. രണ്ട് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് ഹൈ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ 0 എടുത്താൽ രണ്ട് ഇൻപുട്ടും ലോ ആണ്, അപ്പൊ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും ലോ ആയിരിക്കും, 0 ആയിരിക്കും. 0 1 എടുക്കുമ്പോഴോ 1 കിട്ടും, 1 0 എടുക്കുമ്പോഴോ 1 കിട്ടും, 1 1 എടുക്കുമ്പോ 1 കിട്ടും. ഓക്കെ അല്ലേ? അതിന്റെ ട്രൂത്ത് ടേബിൾ ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി അവിടുത്തെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഡയഗ്രം കൂടെ നോക്കിയടാ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം 0 കൊടുക്കാന്ന് വിചാരിക്കും. 0 കൊടുക്കാന്ന് ഈ രണ്ട് സ്വിച്ചും എന്താണ്? ഓപ്പൺ ആണ്. അപ്പൊ ഈ ബൾബ് കത്തോ? ഇതിലെ കൂടി കറണ്ട് പോവോ? ഇല്ല. അപ്പൊ 0 കൊടുത്താൽ 0 തന്നെയാണ് കിട്ടുന്നത്. ഇനി ഞാൻ 0യും 1ഉം കൊടുത്തു നോക്കാം. ഇത് 0 കൊടുത്തു, ഇത് 1 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് എന്ത് ചെയ്തു? ഓപ്പൺ തന്നെ, ഇത് ക്ലോസ് ആയി. അപ്പൊ ഈ കറണ്ട് എന്ത് ചെയ്യോടാ? ഇതിലേ വന്ന് ഈ കറണ്ട് ഇത് ക്ലോസ് ആവുമ്പോ ഇതിലേ പോയി എന്ത് ചെയ്യും? ബൾബ് ഗ്ലോ ചെയ്യത്തില്ലേ? ചെയ്യും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് 1 കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യാം? 1 0 കൊടുക്കാണ്. 1 0 കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തുവാടാ? 1 0 കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ക്ലോസ് ആക്കി, ഇത് എന്ത് ചെയ്തു? ഓപ്പൺ ആക്കി വെച്ചു. ഇത് എന്ത് ചെയ്തു? ഓപ്പൺ ആക്കി വെച്ചെന്ന അർത്ഥം അല്ലെ? ഇത് ഞാൻ ഓപ്പൺ ആക്കി വെച്ചു. അപ്പോഴും നോക്കാം, ഇതിലേക്ക് കൂടി കറണ്ട് പാസ് ചെയ്ത് എന്ത് ചെയ്യും? ഈ വഴി കയറി പോകത്തില്ലേ? അപ്പോഴും ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. അപ്പോഴും എനിക്ക് ഇൻപുട്ട് കിട്ടും. ശരി, ഔട്ട്പുട്ട് 1 കിട്ടും. കിട്ടത്തില്ലേ? ഔട്ട്പുട്ട് കിട്ടും, ബൾബ് ഗ്ലോ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാം? രണ്ട് ഇൻപുട്ടും 1 കൊടുക്കും. രണ്ട് ഇൻപുട്ടും 1 കൊടുക്കുക, ഇത് രണ്ടും ഞാൻ ക്ലോസ് ആക്കി വെച്ചു. അപ്പൊ ഈ കറണ്ട് ഇതിലേക്ക് കൂടി വന്ന് ഈ രണ്ടിലൂടെയും പോയിട്ടും എന്ത് ചെയ്യൂടാ? ബൾബ് ഗ്ലോ ചെയ്യും. അപ്പോഴും എനിക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ 1 1 കൊടുത്താലും 1 കിട്ടും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതിന്റെ ഇലക്ട്രിക്കൽ അനലോഗ് തന്നെ ഇതെന്ന് പറയാം. ഓക്കെ അല്ലേ? ഓർ ഗേറ്റിംഗ് ക്ലിയർ അല്ലേടാ? ഓക്കെ. ഇനി നമ്മൾ ഏതിലോട്ടാ പോകുന്നത്? നമ്മുടെ മൂന്നാമത്തെ ഫണ്ടമെന്റൽ ഗേറ്റ് അല്ലെ? രണ്ട് ഫണ്ടമെന്റൽ ഗേറ്റ് കഴിഞ്ഞു. ഇനി നമ്മുടെ മൂന്നാമത്തെ ഫണ്ടമെന്റൽ ഗേറ്റ് ആണ് ഏത് മക്കളെ? ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ഗേറ്റ് നോക്കുകയാണെങ്കിൽ ആദ്യം അവരുടെ സിമ്പിൾ നോക്കണം. കണ്ണോടാ, ഇതാണ് നമ്മുടെ സിമ്പിൾ. അതായത് ഈ ഡിയുടെ അതേ ഷേപ്പ് തന്നെയാണ് ആൻഡ് ഗേറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ഫംഗ്ഷനിലുള്ളതാണ്? മൾട്ടിപ്ലിക്കേഷന്റെ ഫംഗ്ഷനിലുള്ളതാണ്. എന്തിന്റെ ഫംഗ്ഷനിലുള്ളതാണ്? മൾട്ടിപ്ലിക്കേഷന്റെ ഫംഗ്ഷനിലുള്ളതാണ്. അതായത് a.b എന്ന് നമ്മൾ എഴുതാം. അപ്പൊ നമ്മൾ നോക്കി 0 കൊടുത്താൽ 0 കിട്ടാം. 0 1 കൊടുത്താൽ ഏതെങ്കിലും രണ്ട് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹൈ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ 0 1 കൊടുത്താൽ 0 ആണ്, 1 0 കൊടുത്താലും 0 ആണ്, 1 1 കൊടുത്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? 1 കിട്ടുള്ളൂ. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും ക്ലിയർ ആയി. ഇനി അതിന്റെ എന്ത് നോക്കണം? സർക്യൂട്ട് നോക്കണം. ഇവിടെ ഈ സർക്യൂട്ട് നോക്കിയടാ, ഞാൻ 0 കൊടുക്കുന്ന രണ്ടും എന്ത് ചെയ്ത് വെക്കുന്നു? സ്വിച്ച് ഓപ്പൺ ആക്കി വെക്കുക. അപ്പൊ ഈ ബൾബ് ഗ്ലോ ചെയ്യോ? ഇല്ല. അപ്പൊ 0 തന്നെയാണ്. ഇനി 0 1 കൊടുത്താൽ ഇത് 0 ആണ്, ഇത് 1 ആയെന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ആയെന്നാണ്. പക്ഷെ അപ്പോഴും ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇതിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യത്തില്ല? ഇത് നമ്മുടെ ബൾബ് എന്ത് ചെയ്യത്തില്ലടാ? ഗ്ലോ ചെയ്യത്തില്ല. ഓക്കെ അല്ല? അപ്പൊ എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. ഇനി 1 0 എടുക്കാന്ന് പറഞ്ഞാൽ ഇത് ക്ലോസ് ആയി, പക്ഷെ ഇത് ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പോഴും ഈ ബൾബ് എന്ത് ചെയ്യത്തില്ലടാ? ഗ്ലോ ചെയ്യത്തില്ല. അപ്പോഴും 0 തന്നെയാണ്. ഇനി എന്ത് ചെയ്യുക? 1 1 കൊടുക്കുകയാണ്. അപ്പൊ 1 1 എന്ന് പറഞ്ഞാൽ രണ്ട് സ്വിച്ച് എന്ത് ചെയ്തു? ഞാൻ ക്ലോസ് ആക്കിച്ചു. അപ്പൊ ഇതിലേക്ക് കൂടി എന്ത് ചെയ്യടാ? കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഈ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. അപ്പൊ 1 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ 3 ഫണ്ടമെന്റൽ ഗേറ്റ്സ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 3 ഫണ്ടമെന്റൽ ഗേറ്റ്സ്? നോട്ട് ഗേറ്റ് നമ്മൾ പറഞ്ഞു, ഓർ ഗേറ്റ് പറഞ്ഞു, ആൻഡ് ഗേറ്റ് പറഞ്ഞു. ഇനി നമ്മൾ എന്തിലോട്ടാണ് പോകുന്നത്? നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സിലോട്ടാണ് പോകുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ അകത്ത് ഫസ്റ്റ് ഗേറ്റ് ആണ് ഏത്? നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോർ ഗേറ്റ് നോക്കാലോ. നോക്കിയേ, നോർ ഗേറ്റ്. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇപ്പൊ പഠിച്ച ആ ഓർ ഗേറ്റിലെ ആ ഓർ ഗേറ്റിനെ ഒരു നോട്ട് ഗേറ്റുമായിട്ട് ജോയിൻ ചെയ്യും. ഓർ ഗേറ്റിനെ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ഗേറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് എന്ത് മക്കളെ? നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഓർ ഗേറ്റ് ആയിരുന്നു അല്ലെ? ഇത് നമ്മുടെ എന്തായിരുന്നടാ? ഓർ ഗേറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ഇന്ന് a+b ആയിരുന്നു. എയും ബിയും കൊടുത്താൽ a+b ആയിരുന്നു ഔട്ട്പുട്ട് ഓർ ഗേറ്റില്. അതിനെ ഞാൻ നോട്ടുമായിട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് കിട്ടണം? ഇതിന്റെ ഇൻവേഴ്സ്, a+bയുടെ ഇൻവേഴ്സ്. അപ്പൊ y = ഫൈനൽ ഔട്ട്പുട്ട് എന്ത് കിട്ടും? a+b ദ ഹോൾ ബാർ എന്ന് കിട്ടാം. ഓക്കെ അല്ലേ? ഇനി അതിന്റെ സിമ്പിൾ ആയിട്ട് കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഓർ ഗേറ്റിനെ വരച്ചിട്ട് അതിന്റെ ഇപ്പുറത്ത് ഒരു കുഞ്ഞ് 0, നോട്ട് ഗേറ്റിന്റെ ആ കുഞ്ഞ് 0 ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്തായടാ? നോർ ഗേറ്റിന്റെ സിമ്പിൾ ആയി.
ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? y is equal to a plus b the whole bar എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇവിടുത്തെ ട്രൂത്ത് ടേബിൾ നോക്കണം. ട്രൂത്ത് ടേബിൾ നോക്കാൻ ഒരു പാടുമില്ല. നമ്മൾ ഓർ ഗേറ്റിന് പഠിച്ചതിന്റെ ഇൻവേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ നോക്ക്, 0 എടുത്തപ്പോൾ ഓർ ഗേറ്റ് ആയിരുന്നപ്പോൾ 0 ആയിരുന്നു. 0 1 എടുത്തപ്പോൾ ഓർ ഗേറ്റ് ആയിരുന്നപ്പോൾ 1 ആയിരുന്നു. 1 0 എടുത്തപ്പോൾ ഓർ ഗേറ്റ് ആയിരുന്നപ്പോൾ 1 ആയിരുന്നു. 1 കൊടുത്തപ്പോൾ ഓർ ഗേറ്റ് ആയപ്പോൾ 1 ആയിരുന്നു. അതിന്റെ നേരെ ഇൻവേഴ്സ് എടുത്താൽ മതി. നോർ ആകുമ്പോൾ അത് നോട്ടായിട്ട് ജോയിൻ ചെയ്യില്ല. അപ്പൊ ഇതിന്റെ എല്ലാം ഇൻവേഴ്സ് എടുത്താൽ മതി. 0യുടെ ഇൻവേഴ്സ് 1, 1ന്റെ ഇൻവേഴ്സ് 0, 1ന്റെ ഇൻവേഴ്സ് 0, 1ന്റെ ഇൻവേഴ്സ് 0. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ എന്തിന്റെ നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയും. ഇനി അതിന്റെ ഇലക്ട്രിക്കൽ അനലോഗ് നോക്കിയാൽ സർക്യൂട്ട് എങ്ങനെ വരുമെന്ന് നോക്കി. ഇവിടെ നമ്മൾ നോക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു? 0 എടുക്കുക. 0 പറഞ്ഞാൽ ഈ രണ്ട് സ്വിച്ചും എന്ത് ചെയ്ത് വെക്കുന്നു? ഓപ്പൺ ആക്കി വെക്കുന്നു. അങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് ഇത് രണ്ടിൽ കൂടെയും കറണ്ട് ഫ്ലോ ചെയ്തില്ല. അപ്പൊ എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ വന്ന് ഈ ബൾബിൽ കൂടെ തന്നെ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പൊ ബൾബ് ക്ലോസ് ചെയ്യും. കണ്ടോ? 1 തന്നെയല്ലേ കിട്ടിയത്? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കുമ്പോ 0യും 1ഉം കൊടുക്കുക. 0യും 1ഉം കൊടുത്താൽ ഇത് എന്ത് ചെയ്തു? ഓപ്പൺ ആക്കി വെച്ചു, ഇത് ക്ലോസ് ആക്കി വെച്ചു. അപ്പൊ ഈ കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇത് ക്ലോസ് ആണെങ്കിൽ, പറഞ്ഞ മക്കളെ, ഇത് ക്ലോസ് ആണ്, ഇത് ഓപ്പൺ ആണ് എങ്കിൽ ഇത് ഇതിലേ പോവോ അതോ ഈ ബൾബിന്റെ അതിലേക്ക് കൂടി പോവോ? ഇതിലേ പോളൂ. ഇതിലേ മാത്രമേ പോളൂ. കാരണം ബൾബിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. എന്തായാലും ആ വഴി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് അത് എന്ത് ചെയ്യടാ? ഈ വഴി തന്നെ പോകും. അപ്പൊ എന്ത് ചെയ്തില്ല? ബൾബ് ക്ലോസ് ചെയ്തില്ല. 0 ആണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് കൊടുക്കുന്നത്? 1 0യും കൊടുക്കാണ്. 1 0യും കൊടുക്കണമെങ്കിൽ നോക്കിയടാ, ഇത് ഞാൻ എന്ത് ചെയ്തു? ക്ലോസ് ആക്കി വെച്ചു. ഇത് ക്ലോസ് ആക്കി വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാണ്? ഞാൻ ഓപ്പൺ ആക്കി വെക്കുകയാണ്. ഇത് ഓപ്പൺ ആക്കി വെക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? കറണ്ട് ഇതിലേക്കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ വഴി പോകും. അപ്പോഴും ബൾബ് എന്ത് ചെയ്യത്തില്ല? ഗ്ലോ ചെയ്യത്തില്ല. അപ്പൊ എന്ത് കിട്ടാം? 0 എന്ന് കിട്ടാം. ഇനി ഞാൻ 1 1 കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്ത് ചെയ്ത് വെച്ചു? ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചു. ഇത് രണ്ടും ഞാൻ ക്ലോസ് ചെയ്ത് വെച്ചാൽ കറണ്ട് എന്ത് ചെയ്യണം? ഇതിലേ വന്നിട്ട് ഇത് രണ്ടിലും കൂടെ എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോഴും ബൾബിൽ കൂടെ പോകത്തില്ല. അപ്പോഴും ബൾബ് എന്ത് ചെയ്യത്തില്ല? ക്ലോസ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇതിന്റെ നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും അതിന്റെ ഡയഗ്രവും നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് നമ്മുടെ നാൻഡ് ഗേറ്റിലോട്ട് അല്ലെ? നമ്മുടെ ലാസ്റ്റ് ഗേറ്റ് ആണ് നാൻഡ് ഗേറ്റ്. അപ്പൊ നോക്കാലോ എന്തോ നാൻഡ് ഗേറ്റ് എന്ന്. നാൻഡ് ഗേറ്റിൽ എന്തായിരിക്കും? നമ്മൾ നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓർ പ്ലസ് നോട്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ആയിരിക്കും? ഇവിടെ പറഞ്ഞു നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ആയിരിക്കും? ആൻഡിനെ എന്തായിട്ട് ജോയിൻ ചെയ്യുന്നു? നോട്ട് ഗേറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ ആൻഡ് ഗേറ്റ് ആണ്. അതിനെ എന്ത് ചെയ്യുന്നു? ഒരു നോട്ട് ഗേറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മക്കളെ? നാൻഡ് ഗേറ്റ് കിട്ടുന്നത്. ആൻഡ് ആയിരുന്നപ്പോ എയും ബിയും കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ട് എ ഡോട്ട് ബി ആയിരുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? നോട്ട് ചെയ്യുന്ന അതിന്റെ ഇൻവേഴ്സ് എടുക്കുക. എ ഡോട്ട് ബി ദ ഹോൾ ബാർ എന്ന് കിട്ടും. അതിനൊരു സിമ്പിൾ ഡയഗ്രാം ആയിട്ട് വെക്കുകയാണെങ്കിൽ നോക്കാം. ആൻഡ് ഗേറ്റിന്റെ ഡിയും വെക്കും, പിന്നെ നോട്ട് ഗേറ്റിന്റെ കുഞ്ഞി 0 ഇട്ട് കൊടുക്കും. അപ്പൊ y is equal to എന്ത് കിട്ടും? എ ഡോട്ട് ബി ദ ഹോൾ ബാർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആൻഡിന്റെ എഴുത്ത് അതിന്റെ ഇൻവേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. ആൻഡിന്റെ എഴുതുമ്പോൾ നമുക്കറിയാം രണ്ട് ഇൻപുട്ടും ഹൈ ആയിരുന്നപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഹൈ ഔട്ട്പുട്ട് കിട്ടിയത്. 1 1 എടുത്തപ്പോൾ മാത്രം 1 കിട്ടി. ബാക്കി എല്ലാത്തിലും എനിക്ക് 0 കിട്ടിയത്. അപ്പൊ അതിന്റെ നേരെ ഇൻവേഴ്സ് എടുക്കാം. 0 ഇടുന്നിടത്തെല്ലാം 1 ഇട്ട് കൊടുക്കുക. 1 ഇട്ടതെല്ലാം എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. അതായിരിക്കും നമ്മുടെ എന്തിന്റെ? നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളും അതുപോലെ എന്താണ് ഡയഗ്രവും നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി അതിന്റെ സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ നോക്കിയടാ, ഈ സർക്യൂട്ട് നാൻഡ് ഗേറ്റിന്റെ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു സർക്യൂട്ട് എന്നിട്ട് അത് ഏത് ഗേറ്റിന്റെ ആണോ ചോദിക്കുന്നത്. അപ്പൊ ഇത് നാൻഡ് ഗേറ്റിന്റെ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഞാൻ ആദ്യം 0 0 കൊടുക്കാൻ പോവാം. 0 0 കൊടുക്കുക ഇത് രണ്ടും എന്ത് ചെയ്ത് വെക്കുക? ഓപ്പൺ ആക്കി വെക്കുക. അപ്പൊ ഇതിലേക്ക് കൂടി ഈ കറണ്ട് വരുവാണെങ്കിൽ, ഈ കറണ്ട് ഇങ്ങനെ വരുവാണെങ്കിൽ അതിൽ ഇതിലേക്ക് കൂടി പോയി രണ്ട് സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഇല്ല. അപ്പൊ ഇത് ബൾബിൽ കൂടെ പോകും. അപ്പൊ ഈ ബൾബ് എന്ത് ചെയ്യടാ? ക്ലോ ചെയ്യും. 1 കിട്ടിയില്ലേ? 1 അല്ലേ ഔട്ട്പുട്ട്? അതെ. ഇനി 0യും 1ഉം കൊടുത്താൽ ഇത് ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ആണ്. അപ്പോഴും ഇതിലേക്ക് കൂടി പോകത്തില്ല. ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ആയി ഇതിലേക്ക് കൂടി പോവോ? ഇല്ല. അപ്പോഴും എന്ത് ചെയ്യടാ? ഈ കറണ്ട് ഇതിലേക്ക് കൂടെ പോകുള്ളൂ. അപ്പോഴും ബൾബ് ക്ലോസ് ചെയ്യും. 1 കിട്ടിയില്ലേ? ഇനി 1 0യും കൊടുത്താൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ആണെങ്കിൽ ഇതിലേക്ക് കൂടി കറണ്ട് പോകത്തില്ല. അപ്പോഴും ഇതിലേക്ക് കൂടെ പോകുന്നുള്ളൂ. അപ്പോഴും ബൾബ് ക്ലോസ് ചെയ്തു. അപ്പോഴും എന്ത് കിട്ടി? 1 കിട്ടി. ബൾബ് ക്ലോസ് ചെയ്ത് അപ്പൊ എന്ത് കിട്ടി? ഒരു ഔട്ട്പുട്ട് 1 ഉണ്ടെന്നാ. ബൾബ് ഓഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? 0 ആണെന്നാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? 1 1 കൊടുക്കുന്നു. അതായത് രണ്ടും ക്ലോസ് ആക്കി വെക്കുക. അപ്പൊ ഈ കറണ്ട് വരുമ്പോ ഈ രണ്ട് വഴി അതിനുണ്ട്. അപ്പൊ ഇത് ബൾബിൽ കൂടെ പോകത്തില്ല. അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇതിലേക്ക് കൂടെ പോകും. അപ്പൊ എന്ത് ചെയ്യത്തില്ല? ബൾബ് ക്ലോസ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് കിട്ടും? 0. അപ്പൊ എനിക്ക് അവിടുന്ന് ട്രൂത്ത് ടേബിൾ എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആരുടെ ട്രൂത്ത് ടേബിൾ ആണ്? നമ്മുടെ നാൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആണ്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്ന ആരുടെ ട്രൂത്ത് ടേബിൾ അല്ലെങ്കിൽ ഏത് ഗേറ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ നാൻഡ് ഗേറ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിലും നോക്കാനുള്ളത്. നമ്മുടെ ഗേറ്റ്സിൽ, ലോജിക് ഗേറ്റ്സിന്റെ 5 ഗേറ്റ് നോക്കാനുണ്ട്. നമ്മൾ 3 ഫണ്ടമെന്റൽ ഗേറ്റ്സിനെ പറ്റി പറഞ്ഞു, അതുപോലെ നമ്മുടെ 2 യൂണിവേഴ്സൽ ഗേറ്റ്സിനെ പറ്റിയും പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ ഒരു ഡിമോർഗൻസ് ലോ നോക്കാനുണ്ട്. a പ്ലസ് ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ അത് a ബാർ ഡോട്ട് ബി ബാറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ a ഡോട്ട് ബി ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും മക്കളെ? a ബാർ പ്ലസ് ബി ബാറിന് ഈക്വൽ ആയിരിക്കും. ഇനി a ബാർ ദ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ അത് എക്ക് ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാനുള്ളതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്തിലോട്ട് പോടാ? നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. റീസെന്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പോവാം. അതിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി.
What is the output Y in the following circuit when all three inputs A, B, C are first 0 and then 1? അതായത് ആദ്യം ഇൻപുട്ട്, അതായത് എയും ബിയുടെയും സിയുടെയും ആദ്യം ഇൻപുട്ട് 0 ആയിട്ട് കൊടുക്കുന്നു. 0 ആയിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? മൂന്നിടത്തും 1 കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ഇതാണ് നമുക്ക് നോക്കാമല്ലോ. ഞാൻ ആദ്യം 0 കൊടുക്കുകയാണ്, മൂന്നിടത്ത് 0 കൊടുക്കും. 0 0 0 സീറോയും സീറോയും കൂടെ ആൻഡ് ഗേറ്റിൽ പോയി എനിക്ക് കിട്ടുന്ന എന്താണ്? 0 തന്നെയാണ്. അപ്പൊ ഇവിടെ 0, ഇവിടെ എന്താണ്? 0. അപ്പൊ ഇതിന് രണ്ട് ഇൻപുട്ടും എന്താണ്? 0 ആണ് കിട്ടി. ഇനി 0 ഇത് ഏത് ഗേറ്റ് ആണ്? നാൻഡ് ഗേറ്റ് ആണ് അല്ലെ. 0 ആൻഡ് ഗേറ്റ് ആയിരുന്നപ്പോ എനിക്ക് 0 ആണ് കിട്ടിയത് അല്ലെ. ഇത് എയും ഇത് ബിയും, ഇത് ആൻഡ് ഗേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് 0 ആയേനെ. ഇവിടെ നാൻഡ് ഗേറ്റ് അല്ലേ. നാൻഡ് ഗേറ്റ് എടുക്കുമ്പോ എന്ത് ചെയ്യണം? ഇവിടെ ആൻഡിന്റെ ഇൻവേഴ്സ് എടുക്കണം, അതായത് 1 കിട്ടും. ഓക്കെ അല്ലെ. അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 3 0 ഇട്ട് എടുത്തപ്പോ 1 കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ രണ്ട് ഓപ്ഷൻ അല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 3നും 1 ഇട്ട് കൊടുക്കണം. 3നും എന്തിട്ട് കൊടുക്കണം മക്കളെ? 1 ഇട്ട് കൊടുക്കണം. നോക്കിയടാ, 3നും നമുക്ക് 1 ഇട്ട് കൊടുക്കാം. 1 1 1. ഇവിടെ 1 1 കൊടുക്കുമ്പോ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ആൻഡ് ഗേറ്റ് ആണെങ്കിൽ 1 1 കൊടുത്താൽ 1 ആണ് കിട്ടുന്നത്. ഇവിടെ 1 അല്ലേ. ആൻഡ് ഗേറ്റിലായിരുന്നെങ്കിൽ 1 1 കൊടുത്തപ്പോ 1 ആയിട്ട്. അപ്പൊ നാൻഡ് ഗേറ്റ് ആകുമ്പോ അതെന്താവൂടാ? 0 ആവും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 0. ഓക്കെ അല്ലേ. അപ്പൊ ആൻസർ ചെയ്ത് വരുവാ 1 0. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ലോജിക് ഗേറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. നമുക്ക് ഓപ്ഷനിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മുടെ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയിട്ട് എന്തോ ക്വസ്റ്റ്യൻ എന്നാ? ഇത് കോമ്പിനേഷൻ ഓഫ് ദി ഗേറ്റ് ഈസ്. ഈ ഒരു കോമ്പിനേഷൻ ഏത് ഗേറ്റാ തരുന്നതെന്നാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നോർ ഗേറ്റും നാൻഡ് ഗേറ്റും ഇല്ലേ. ഈ നോർ ഗേറ്റ് ആയിക്കോട്ടെ നാൻഡ് ഗേറ്റ് ആയിക്കോട്ടെ, രണ്ടിന്റെ ഇൻപുട്ട് ജോയിൻ ആക്കി വെക്കുവാണെങ്കിൽ, അത് നാൻഡ് ആയിക്കോട്ടെ നോർ ആയിക്കോട്ടെ, ഇവര് രണ്ടുപേരും ആരായിട്ട് ആക്ട് ചെയ്യും? നോട്ട് ആയിട്ട് ആക്ട് ചെയ്യും. ഇവര് രണ്ടുപേരും ഏത് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും മക്കളെ? നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇതൊരു നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ലേ, ഇതും ഒരു നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ എ കൊടുത്ത് എനിക്ക് എന്ത് കിട്ടും? എ ബാർ കിട്ടും. ബി കൊടുത്ത് എനിക്ക് എന്ത് കിട്ടും? ബി ബാർ കിട്ടും. ഇത് നാൻഡ് ഗേറ്റ് ആണ് അല്ലെ. ആൻഡ് ഗേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് എന്ത് വന്നേനെ? എ ബാർ ഡോട്ട് ബി ബാർ എന്ന് വന്നേനെ. ഇത് നാൻഡ് ഗേറ്റ് ആയിട്ട് പിന്നെ മുകളിൽ ഒരു ബാറും കൂടെ വരും, ഒരു ഇൻവേഴ്സ് എടുക്കണ്ടേ, ഒരു ബാർ കൂടെ വരും. എ ബാർ ഡോട്ട് ബി ബാർ എന്ന് പറഞ്ഞാൽ എന്ത് നീക്കില്ല? എ പ്ലസ് ബി ദ ഹോൾ ബാർ നീക്കില്ല. പിന്നെ ഒരു ബാറുടെ മുകളിൽ ഈ രണ്ട് ബാർ ക്യാൻസൽ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടും? എ പ്ലസ് ബി എന്ന് കിട്ടും. എന്ത് കിട്ടും? എ പ്ലസ് ബി എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരുവാടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അത് ഏത് ഗേറ്റിന്റെ? ഈ ബി കൊടുക്കുമ്പോൾ എ പ്ലസ് ബി ഔട്ട്പുട്ട് വരുന്നെങ്കിൽ അത് ഏത് ഗേറ്റ് ആണ്? ഓർ ഗേറ്റ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ. ഇനി ഇവിടെ നിന്ന് ഒരു കുഞ്ഞി ട്രിക്ക് കൂടെ പറഞ്ഞുതരാം. 3 നാൻഡ് ഗേറ്റ് ഉള്ളെങ്കിൽ, 3 നാൻഡ് ഗേറ്റ് ആണ് ഒരു സർക്യൂട്ടിൽ ഉള്ളെങ്കിൽ എനിക്കത് ഇക്വലന്റ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും എന്നറിയാവോ? ഓർ ഗേറ്റ് ആയിരിക്കും അത് ഇക്വലന്റ്. ഇനി 3 നോർ ആണെങ്കിൽ അത് ഇക്വലന്റ് ആയിട്ട് വരുന്നത് ഒരു ആൻഡ് ഗേറ്റ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ അല്ലേ. ഇനി 2 നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഇക്വലന്റ് ആയിരിക്കും എന്നറിയാവോടാ? ആൻഡ് ഗേറ്റിന് തന്നെ ഇക്വലന്റ് ആണ്. 2 നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഇക്വലന്റ് ആണെന്ന് അറിയാവോ? അത് ഓർ ഗേറ്റിന് തന്നെ ഇക്വലന്റ് ആണ്. ഇനി നാൻഡ് ആയിക്കോട്ടെ നോർ ആയിക്കോട്ടെ, അതിന്റെ രണ്ട് ഇൻപുട്ട് ജോയിൻ ചെയ്ത് വെച്ചാൽ അത് ആരായിട്ട് ആക്ട് ചെയ്യും കൂടെ നോട്ട് ചെയ്യണം. നോട്ട് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. The correct Boolean operation represented by the circuit diagram diachrone is. അതായത് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സർക്യൂട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ, ഈ ഒരു സർക്യൂട്ട് എന്നിട്ട് ഇത് ഏത് ഗേറ്റിന് ഈക്വൽ ആണെന്നായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് പോവാം. 6 വോൾട്ടിൽ നിന്ന് എർത്തിലോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കറണ്ട് പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സ്വിച്ചും ഓപ്പൺ ആക്കി വെച്ചേക്കും ആദ്യം ഒന്ന് വിചാരിക്കാം. അതായത് രണ്ടും ഇൻപുട്ട് എന്താണ്? 0 കൊടുക്കാണ്. ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻപുട്ട് 0 ആണ്. രണ്ട് ഇൻപുട്ട് 0 ആയാൽ ഇതിലേക്കൂടെ രണ്ടിടത്തൂടെയും കറണ്ട് പോകത്തില്ലല്ലോ. ഇങ്ങനെ പോവോ? ഇല്ല. അപ്പൊ ഇതിലേക്കൂടെ തന്നെ പോകും, ബൾബ് ഗ്ലോ ചെയ്യും. അപ്പൊ എനിക്ക് 1 കിട്ടും. ഓക്കെ അല്ലേ. ഇനി ഞാൻ ഒരു ഇൻപുട്ട് 0യും ഒരു ഇൻപുട്ട് 1ഉം കൊടുക്കുക. അതായത് ഇത് ക്ലോസ് ആക്കി വെച്ചു, ഇത് ഓപ്പൺ ആക്കി വെച്ചു. അപ്പോഴും ഇതിലേക്കൂടി പോവോടാ? ഇല്ല. ഇതിലേക്കൂടെ തന്നെ പോകും, ബൾബ് ഗ്ലോ ചെയ്യും. ഇനി ഞാൻ 1 0യും കൊടുക്കുക. 1 0യും കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1 0യും കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ക്ലോസ് ആക്കി, ഇത് ഓപ്പൺ ആക്കി വെച്ചു. അപ്പോഴും ഇതിലേക്കൂടി കറണ്ട് പോവില്ല. അപ്പോഴും സർക്യൂട്ട് ഇതിലേക്കൂടി ആയിരിക്കും കറണ്ട് പോണത്. ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. 1 0 കൊടുത്താലും 1 തന്നെ കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്യുമായിരിക്കും? ഇനി ഞാൻ രണ്ടും ക്ലോസ് ചെയ്ത് വെക്കാൻ പോവാ. രണ്ടും എന്ത് ചെയ്ത് വെക്കാൻ പോവാ? ക്ലോസ് ചെയ്ത് വെക്കാൻ പോവാ. രണ്ടും ക്ലോസ് ചെയ്തു. അപ്പൊ ഈ റെസിസ്റ്ററിലൂടെ, ഈ ബൾബിലൂടെ കറണ്ട് പോവില്ല. കറണ്ട് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? ഇതിലേക്കൂടെ പോകും. അപ്പൊ ബൾബ് എന്ത് ചെയ്യത്തില്ലടാ? ഗ്ലോ ചെയ്യത്തില്ല. അപ്പൊ 1 1 കൊടുത്തപ്പോ ബൾബ് ഗ്ലോ ചെയ്തില്ല. അപ്പൊ ഔട്ട്പുട്ട് എന്തായി? 0 ആയി. ഇനി പറ, ഇത് ഏത് ഗേറ്റിന്റെ ആണെന്ന് പറഞ്ഞേ. നോക്ക്, നമുക്ക് 0 0 കൊടുത്തപ്പോ 1 കിട്ടി, 0 1 കൊടുത്തപ്പോ 1 കിട്ടി, 1 0 കൊടുത്തപ്പോ 1 കിട്ടി, 1 1 കൊടുത്തപ്പോ 0 കിട്ടി. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഇത് ആൻഡ് ആയനല്ലേ. 1 1 കൊടുക്കുമ്പോൾ മാത്രം 1, ബാക്കി എല്ലാം 0 ആയിരുന്നെങ്കിൽ ഇത് ആൻഡ് ആയന. അപ്പൊ ഇതിന്റെ നേരെ ഇൻവേഴ്സ് അല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഏത് ഗേറ്റിന് ഇക്വലന്റ് ആണ്? നമ്മുടെ നാൻഡ് ഗേറ്റിന് ഇക്വലന്റ് ആണ്. മനസ്സിലായി? ഓക്കെ അല്ലേടാ. ഇങ്ങനെയാണ് നമുക്ക് സർക്യൂട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം.
In the combination of the following gates, the output y can be written in terms of a and b as. നമുക്ക് എങ്ങനെ എഴുതാന്നാണ് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം എയുടെയും ബിയുടെയും ടേംസിൽ ഇതിന്റെ ഔട്ട്പുട്ടിനെ എങ്ങനെ എഴുതാം നോക്കണം. എ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നതും എ തന്നെ ആയിരിക്കും. ബി ഇവിടെ വന്നു, ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്, അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്ന ബി ബാർ ആയിരിക്കും. എ ഇതിലേക്കൂടെ വന്നു, ഇവിടെ വരെ എ ആയിരുന്നു, ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ എനിക്ക് ഇവിടെ കിട്ടുന്നത് എ ബാർ ആയിരിക്കും. ബി ഇതിലേ ഉണ്ട്. എയും ബി ബാറും കൂടി ഇത് ആൻഡ് ഗേറ്റ് അല്ലേ, അപ്പൊ ഇവിടെ കിട്ടുന്ന എ ഡോട്ട് ബി ഇത് ബാർ ആയിരിക്കും. ഇവിടെ എന്ത് കിട്ടും എ ബാർ ഡോട്ട് ബി ആയിരിക്കും കിട്ടുന്നത്. ഇത് എന്ത് ഗേറ്റ് ആണ്, ഒരു ഓർ ഗേറ്റ് ആണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും y ഈക്വൽ ടു രണ്ട് ഇൻപുട്ട് ഉണ്ട്, എ ഡോട്ട് ബി ബാറും ഉണ്ട്, എ ബാർ ഡോട്ട് ബി ഉണ്ട്. ഔട്ട്പുട്ട് എന്ത് എഴുതും, നമ്മുടെ ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ അഡിഷൻ അല്ലേ ഫംഗ്ഷൻ, പ്ലസ് എന്ത് എഴുതാടാ എ ബാർ ഡോട്ട് ബി എന്ന് എഴുതാം. ഓക്കെ അല്ലേ, ഇതായിരിക്കും എന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ, അപ്പൊ നമ്മൾ വളരെ കുറച്ച് ടൈം കൊണ്ട് നമ്മുടെ ലോജിക് ഗേറ്റ്സിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ, ലോജിക് ഗേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ ചെയ്യണമെന്ന് അതിന്റെ തിയറി ടോപ്പിക്സും പറഞ്ഞിട്ടുണ്ട്. റീസെന്റ് ആയി ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും ഒരു ലോജിക് ഗേറ്റ്സിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ വിട്ടരുത്. നമുക്ക് ഉറപ്പായിട്ട് 4 മാർക്സ് ഷുവർ ആക്കാൻ പറ്റുന്ന ടോപ്പിക്കാ. സോ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.